ആലപ്പുഴ സ്വദേശിയാണ്. ഇതിന് മുന്നേ ഉള്ള 2 പ്രസവങ്ങൾ നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്, ആലപ്പുഴയിൽ എറണാകുളം ജില്ലയിലൊക്കെ ആയിട്ടാണ്. പിന്നെ ഉള്ളത് വളാഞ്ചേരി, മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കുറച്ച് ആൾ താമസിച്ചിരുന്നു, അവിടെ വെച്ചിട്ടും നടന്നിട്ടുണ്ട്. പിന്നീടുള്ളതാണ് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ വരുമാനം എല്ലാം ഒരു യൂട്യൂബ് ചാനലും മതപ്രഭാഷണവും അങ്ങനത്തെ. അപ്പം ആ ഒരു ആംഗിളിൽ ഇവിടെ അതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അദ്ദേഹം മാറിയത്. പ്രസവ സമയത്ത് മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു സഹായത്തിന്? നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട്, അപ്പോൾ അതിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള സൂചനകൾ നമുക്കുണ്ട്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പം ഇറ്റ്സ് ടു ഏർലി ടു ഗിവ് എ കമൻറ്റ് ഓൺ ദാറ്റ്, ബിക്കോസ് നമുക്കതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള അതിനുള്ള അന്വേഷണം ഉണ്ടാവും. അതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് ആംബുലൻസ് ഡ്രൈവർ പറയുണ്ടായി, കൊണ്ടുപോയി ആംബുലൻസ് ഡ്രൈവറിനെ പറയുണ്ടായി അത് തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു, ഒരു വയോധിക മരിച്ചതാണെന്നെല്ലാം പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ അന്വേഷണ പരിധിയിൽ കൃത്യമായിട്ടത് കവർ ചെയ്യും. അത്തരത്തിലുള്ളവർക്കെല്ലാം അഗൻസ്റ്റുള്ള നടപടികൾ ലീഗൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന എപ്പോഴാണ്, ഇവർ മരിക്കുന്നത് എപ്പോഴാണ്, ഈ ബോഡി കൊണ്ടുപോകുന്നത്? 5-ാം തീയതി മൊഴികൾ പ്രകാരം 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ്, 6 മണിയോ മറ്റോണ സമയം പറയുന്നത്, ആ സമയത്തായിട്ടാണെന്നാണ് ഈ പ്രതിയുടെ കുറ്റസമ്മതത്തിലുള്ളത്. അതിനെ തുടർന്ന് രാത്രിയോടുകൂടി മരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഏർലി മോർണിംഗ് ആണ് ഈ ബോഡി പെരുമ്പാവൂർക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. രാത്രിയാണ് ഈ പ്രൊസീജിയേഴ്സ്. ഈ വീട്ടിലെ പ്രസവം നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുകളോ മറ്റു ആളുകളുടെ സഹായമോ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് അറിയോ? സംഘടനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കുറ്റസമ്മത മൊഴിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പ്രതി പറയുന്നത്. വിശദമായിട്ട് അത് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അതൊരു തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും തീരെ മനസ്സിലാക്കാതെയുള്ളൊരു പ്രൊപ്പഗാൻഡയാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലുള്ളത്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അങ്ങനത്തെ പ്രൊപ്പഗേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് വേറെയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പം ഫ്യൂണറലൊക്കെ ഇന്നലെ നടന്നിട്ടുള്ളൂ. കുട്ടികളുടെ പേരൻസിലേക്കും നമുക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളവിടെ പോയി അവരെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. അവർക്ക് എന്തായാലും കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ഇങ്ങനെ വിളിച്ചിട്ട് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധന കൊണ്ടുപോകും. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് ടു ഏർലി ടു കമൻറ്റ് ഓൺ ദീസ് തിങ്സ്. ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ് ഈ കേസിലെ ഇതാണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടവരുള്ളവരും ഈ പ്രതിയും അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ എന്ത് രീതിയിലാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കും. അതിന് നടപടികൾക്ക്, നിയമപരമായിട്ടുള്ള നടപടികൾക്ക് സാധ്യത ഉള്ളതാണെന്നെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, വൈഫ് അത് പഠിച്ചതായിട്ട് മൊഴിയിൽ പറയുന്നുണ്ട്. ഇറ്റ് നീഡ്സ് ടു ബി വെരിഫൈഡ്, അത് എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. പ്രതിയുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നില്ല. ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നോ എന്നുള്ളതും നോക്കണം. ഇല്ല, ടു ഏർലി. കുട്ടികളിൽ ഒരാൾ മാത്രമാണ് 14 വയസ്സുള്ള കുട്ടിയെന്ന് മനസ്സിലാവുന്നത്. ബാക്കിയുള്ള കുട്ടികളെല്ലാം കൊച്ചു കുട്ടികളാണ്. എല്ലാം വഴി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാവരുടെയും എടുക്കേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഒരാൾ പഠിക്കുന്ന കുട്ടി എന്തോ വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. നമ്മളുടെ അറിവ് പ്രകാരം കുഴപ്പങ്ങളില്ലെന്നുള്ളതാണ്. ഇറ്റ് നീഡ്സ് ടു ബി ചെക്ക്. അത് അവിടെ പെരുമ്പാവൂരാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പ്രതി മാത്രമാണുള്ളത്.